വെൽക്കം ബാക്ക് ടു കിച്ചൺ ടീൽസ്. ഇന്നത്തെ കണ്ടൻറ്റ് ഹൗ ടു ഇംപ്രസ് ഗസ്റ്റ് വിത്ത് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഇഡ്ഡലി എല്ലാവരും തന്നെ എക്സ്പെക്റ്റ് ചെയ്യും. ബട്ട് മിനി ഇഡ്ഡലി അല്ലെങ്കിൽ പൊടി ഇഡ്ഡലീസൊക്കെ ആകുമ്പോൾ ഗസ്റ്റും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഡിഷായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസിയുമാണ്. നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാം ഇഡ്ഡലി. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് പൊടിയായിട്ട് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്താൽ മതി. നെക്സ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ചെറിയൊരു മധുരത്തിനായിട്ട് ഉണ്ണിയപ്പമാണ്. ആൻഡ് ഉണ്ണിയപ്പം എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആണ്. ഉണ്ണിയപ്പത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ തേങ്ങയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ പ്രാവശ്യം ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. ആൻഡ് ഈവൻ ബിഗിനേഴ്സിന് കൂടി ട്രൈ ചെയ്താലും ഇത് നല്ല ടേസ്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ ഞാൻ ചുമ്മാ ഇതിൻ്റെ റെസിപ്പി ഒന്ന് സ്പീഡിൽ ഞാൻ പറയാൻ പോവാണ്. കുറച്ച് ഓവറായിട്ട് പഴുത്ത റോബസ്റ്റ പഴം 5 എണ്ണം, ആൻഡ് ഹാഫ് കപ്പ് മൈദ, ഹാഫ് കപ്പ് ഗോതമ്പ് പൊടി, ആൻഡ് ശർക്കര ഉരുക്കിയത്, ഉപ്പ്. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. പഴം നന്നായിട്ട് മാഷ് ചെയ്ത് നമ്മുടെ മൈദയും ഗോതമ്പ് പൊടിയും ആഡ് ചെയ്യുക. ആൻഡ് ആവശ്യത്തിന് ചെറിയൊരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്യുക. ആൻഡ് ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിക്കുക. ഇത്രയും നല്ല ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ബട്ട് സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ ഒന്നും ഇതിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഗസ്റ്റ് വരുന്നേക്കാളും കുറേ മുമ്പ് തന്നെ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ബാറ്ററായിട്ട് നിങ്ങൾ നേരത്തെ ആക്കുവാണെങ്കിൽ ഇത് റെഫ്രിജറേറ്റ് ചെയ്യുക. ആൻഡ് പിന്നെ ഫ്രൈ ചെയ്യുന്നേക്കാൾ മുമ്പ് റൂം ടെമ്പറേച്ചറിലായിട്ട് ഫ്രൈ ചെയ്യുക. തണുപ്പായിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് റൂം ടെമ്പറേച്ചറിലായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പറയുന്നത്. ഈ ഉണ്ണിയപ്പം സൂപ്പർ ഹിറ്റായിരിക്കും ഫോർ ഷുവർ. അടുത്തത് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരുമാതിരി എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആണ്, മസാല ദോശ. അപ്പോൾ ഈ മസാലയുടെ റെസിപ്പി ഞാൻ ചുമ്മാ ഒന്ന് ഓടിച്ചൊന്ന് പറയാം. 2 പൊട്ടേറ്റോ, 2 ക്യാരറ്റ് ഇത്രയൊന്ന് പ്രഷർ കുക്ക് ചെയ്യുക. ഇനി മെയിനായിട്ട് വേണ്ടത് കുറേ സവാളയാണ്. 3 സവാള സ്ലൈസ് ചെയ്ത് നന്നായിട്ട് സോട്ടേ ചെയ്യുക. ആൻഡ് അതിലോട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്യുക. ഇഞ്ചി മസ്റ്റായിട്ട് ഇതിൽ ആഡ് ചെയ്തിരിക്കണം. ബിക്കോസ് ഇഞ്ചിയുടെ ടേസ്റ്റാണ് ഈ പൊട്ടേറ്റോയുടെ മത്ത് ചുവ മാറ്റാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ആൻഡ് ദെൻ നന്നായിട്ട് സോട്ടേ ചെയ്യുന്ന ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പെപ്പർ പൊടി ഇത്ര ആഡ് ചെയ്യുക. ദെൻ കുക്ക് ചെയ്ത് പൊട്ടേറ്റോവും ക്യാരറ്റും ആഡ് ചെയ്ത് എഗെയിൻ അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്ന വരെ സോട്ടേ ചെയ്യുക. ആൻഡ് മസാല ദോശയ്ക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രൈ ടെക്സ്ചറിലാണ് എടുക്കുന്നത്. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് ഗ്രീൻ പീസും ആഡ്. നെക്സ്റ്റ് സാമ്പാർ. ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ സെർവ് ചെയ്യുന്ന സാമ്പാറിന് എനിക്ക് അങ്ങനെ അധികം വെജിറ്റബിൾസ് ആവശ്യമില്ല. ഞാനെപ്പോഴും കുറേ സവാളയാണ് ആഡ് ചെയ്യുന്നത്. സവാള ജസ്റ്റ് സോട്ടേ ചെയ്ത് നമ്മുടെ പരിപ്പും മത്തങ്ങയും കൂടി വേവിച്ചത് ആഡ് ചെയ്ത് സാമ്പാർ പൊടി ആഡ് ചെയ്യും. ആൻഡ് കുറേ മല്ലിയിലയും ആഡ് ചെയ്യും, കുറച്ച് ശർക്കരയും ആഡ് ചെയ്യും. ആൻഡ് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള സാമ്പാറാണ് എനിക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ ഇഷ്ടം. അടുത്തതാണ് നമ്മുടെ ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു സർപ്രൈസ്. നമ്മുടെ ശംഖുപുഷ്പം ഇപ്പോൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതാണ്. ശംഖുപുഷ്പം കൊണ്ടുള്ള ഇടിയപ്പം. പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മുട്ട റോസ്റ്റ്. ആൻഡ് അതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ടുള്ള തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്. ശംഖുപുഷ്പം കൊണ്ടുള്ള ഡിഷസ് ഞാൻ ഈ അടുത്താണ് കുറേ റീൽസിൽ കണ്ടു തുടങ്ങിയത്. ആൻഡ് ഇടിയപ്പവും ഞാൻ ഇതുപോലെ തന്നെ ഒരു റീലിൽ കണ്ടിട്ടാണ് ഉണ്ടാക്കി നോക്കിയത്. ബട്ട് ഇത് ഭയങ്കര അപ്പീലിംഗ് ആണ്. ആൻഡ് ശംഖുപുഷ്പം നമുക്കറിയാലോ കുറേ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഫ്ലവറാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇത് നമ്മുടെ ഫുഡ് ഇൻടേക്കിൽ ആഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം. ബട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കളർ എത്രത്തോളം വിസിബിൾ ആണോ എന്ന് അറിയില്ല. ബട്ട് ഇത് മസ്റ്റ് ട്രൈ ആണ്.
നെക്സ്റ്റ് ചെറിയ പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ കരുതിയിരിക്കണം. അപ്പം ഞാനിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഇത് ജസ്റ്റ് മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും ഡ്രിങ്കിങ് ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്ത് പാലായിട്ട് മിക്സ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് അസംബിൾ ചെയ്യാം. ഉണ്ണിയപ്പം നമുക്ക് കുറച്ച് നേരത്തെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. ആൻഡ് നമ്മുടെ പൊടി ഇഡ്ഡലിക്ക് വേണ്ടി കുറച്ച് മസ്റ്റേർഡ് സീഡും കുറച്ച് കറി ലീവ്സും സ്പ്ലട്ടർ ചെയ്ത് നമ്മുടെ ഇഡ്ഡലി പൊടി ആഡ് ചെയ്യുക. ആൻഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിനി ഇഡ്ഡലീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഗീ ആണെങ്കിലും നമ്മുടെ സെസമി ഓയിൽ നല്ലെണ്ണ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കെല്ലാം ടേബിളിലോട്ട് സെറ്റ് ചെയ്യാം. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് ഞാൻ 3 ടൈപ്പ് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണം ഗ്രീൻ ചില്ലിയും കോക്കനട്ടും കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ചട്നി. രണ്ടാമത്തത് ഉള്ളിയും പച്ചമുളകും പച്ച വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് നന്നായിട്ട് ചതച്ച് കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ വെളിച്ചെണ്ണ ചാലിച്ച ചട്നി. ആൻഡ് മൂന്നാമത്തത് കട്ടിയായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും തേങ്ങയും കൂടിയായിട്ട് ഗ്രൈൻഡ് ചെയ്ത ചമ്മന്തി. ഹെൽത്ത് ഫ്രീക്സ് ആരെങ്കിലും നിങ്ങളുടെ ഗസ്റ്റായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റാഗി ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. റാഗി ഇടിയപ്പത്തിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ എൻ്റെ ഇതിന് മുമ്പത്തുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല ദോശ. അപ്പോൾ ദോശ എപ്പോഴും ലൈവായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഐ മീൻ ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ആൻഡ് ദോശ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും എക്സ്ട്രാ തിന്നായിട്ടുള്ള ദോശയാണ് ഇഷ്ടം. അപ്പം ഞാനെപ്പോഴും ദോശ നമ്മുടെ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിനുള്ളിലത്തെ എക്സ്ട്രാ ആയിട്ടുള്ള മാവ് ഇതുപോലെ സ്പൂൺ കൊണ്ട് മാറ്റി കളയാറുണ്ട്. അപ്പോഴാണ് നമുക്ക് എക്സ്ട്രാ തിന്നായിട്ടുള്ള ദോശമാവല്ല ദോശ കിട്ടുന്നത്. നെക്സ്റ്റ് ഫിൽറ്റർ കോഫി. ആൻഡ് ഫിൽറ്റർ കോഫി മസ്റ്റായിട്ട് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലോട്ട് ആഡ് ചെയ്തിരിക്കണം. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഫിൽറ്റർ കോഫി എപ്പോഴും സൂപ്പർ ഹിറ്റാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ റെസിപ്പി എൻ്റെ നേരത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമ്മുടെ കിഡ്സിന് വേണ്ടി റെഡിയാക്കിയ ഹോട്ട് ചോക്ലേറ്റ്.